ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ പബ്ലിക് എക്സാം എന്ന് വരുന്നത്. സോ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കൂടാതെ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 മെഗാ മാരത്തോണുമായിട്ട് ഞാൻ ഡോണ മിസ്സും ലൈവിലെത്തുന്നുണ്ട്. അപ്പം കൃത്യസമയത്ത് 7:30 ഫ്രണ്ട്സിനെയും കൂട്ടി എല്ലാവരും ലൈവിലെത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ ചോദ്യങ്ങളെന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ 3 to 4 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഏതൊക്കെ ലെവൽസ് ആണുള്ളത് നമുക്കറിയാം. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അതിന്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ any 8 principles of management given by ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് നമ്മളെ രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. സോ നമുക്കറിയാം ഹെൻറി ഫയോളിന് 14 പ്രിൻസിപ്പിൾ ആണുള്ളത്. സോ ഇവിടെ 8 പ്രിൻസിപ്പിൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ദാറ്റ് മീൻസ് 8 മാർക്സിന് ചോദിക്കാം കേട്ടോ. 8 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 4 മാർക്സിനും ചോദിക്കാം. ഓക്കെ, 8 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിന് ഇതിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഒരു ഷോർട്ടസ്റ്റ് രീതിയിലായിരിക്കും മേ ബി വരാൻ സാധ്യത കൂടുതലുള്ളത്. സോ ആ രീതിയിൽ നിങ്ങൾ ഒരു 8 എണ്ണം മിനിമം അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. നമ്മളൊരു കോഡൊക്കെ പഠിച്ചു വരുന്നുണ്ട്. DAT UCUSSR OIC എന്ന് പറഞ്ഞുള്ള കോഡൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ആ കോഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡിഫൈൻ സയന്റിഫിക് മാനേജ്മെന്റ്, എക്സ്പ്ലെയിൻ എനി ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. നമുക്കറിയാം FW ടൈലർ കൊണ്ട് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടാണ് എന്തെന്ന് പറഞ്ഞാലും സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം 4 സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഉള്ളത്. ആ 4 എണ്ണം പഠിച്ചു വെക്കാം. ആ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഇതൊരു പക്ഷേ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാനാണ് സാധ്യത. എന്താണ്? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാനാണ് സാധ്യത. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് നാളെ കാണാൻ വേണ്ടി സാധിക്കാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് പ്ലാനിങ് എന്ന ചാപ്റ്റർ എന്ന് വന്ന ചോദ്യമാണ്. എന്താണ് ചോദിച്ചല്ലോ? പ്ലാനിങ്ങിന്റെ വേരിയസ് സ്റ്റെപ്പുകളുണ്ട് അല്ലേ. ഏതൊക്കെ സ്റ്റെപ്പുകളാണുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക മക്കളെ. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. ചിലപ്പോൾ അത് ഓർഡർ തെറ്റിച്ചിട്ടൊക്കെ വരാം. അപ്പം നിങ്ങൾ എന്താക്കാം, റീഓർഡർ ചെയ്യാൻ വേണ്ടി പറയാം, കറക്റ്റാക്കി ഓർഡർ എഴുതാൻ വേണ്ടി പറഞ്ഞേക്കാം. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സുമായി ബന്ധപ്പെട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഫൈൻ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ഓർഗനൈസിംഗ് എന്ന ചാപ്റ്റർ. ഓർഗനൈസിംഗിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിക്ക് 3 എലമെന്റുകളാണ്. ഏതൊക്കെയാ? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ആ 3 എലമെന്റുകൾ ഏതാണെന്നാണ് ചോദിച്ചത്. മകളെ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ വിട്ട് കളയരുത്, പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം സ്റ്റാഫിംഗ് ഇസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. വിച്ച് മീൻസ് അവിടെ നമ്പർ ഓഫ് പ്രോസസ് അല്ലേ, ഒരു ഒട്ടനവധി പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇൻവോൾവ് ആണ്. അപ്പോൾ സോ ഇറ്റ് ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ്. സോ എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പോൾ മക്കളെ ഇതൊരു പക്ഷേ എസ്സേക്ക് 8 മാർക്കിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എസ്സേക്ക് 8 മാർക്ക് നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്. സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ നമ്മൾ ആദ്യ ഭാഗത്താണ് ഈ ഒരു കണ്ടന്റ് പഠിക്കുന്നത്. സോ 8 പ്രോസസ് ആണുള്ളത്, 8 സ്റ്റെപ്പുകളാണുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കൃത്യമായി നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ബൈ എബ്രഹാം മാസ്ലോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതായത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കണ്ടുവരുന്ന അത്തരത്തിലുള്ള ചോദ്യമാണ്. നമുക്കറിയാം മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് എബ്രഹാം മാസ്ലോ ഡെവലപ്പ് ചെയ്ത തിയറിയുമായി ബന്ധപ്പെട്ട് അല്ലേ ഈ ഒരു ചോദ്യം സ്ഥിരമായിട്ട് കാണാറുണ്ട്. മോഡൽ എക്സാമിനും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇനി പബ്ലിക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കാം. സോ അത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. സെൽ SP എന്നൊരു കോഡൊക്കെ നമ്മൾ സെറ്റായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. സെൽ SP എന്നൊരു കോഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിച്ചു വെക്കുക. 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മോഡൽ എക്സാമിന് 8 മാർക്കാണ് ചോദിച്ചത്. ഇനി പബ്ലിക് എക്സാമിന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് 5 ബേസിക് നീഡുകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ സെറ്റ് ആക്കുക കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഡയറക്റ്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാന ഭാഗത്ത് കണ്ടുവരുന്ന ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ 4 ടൈപ്പ് ബാരിയേഴ്സ് ആണുള്ളത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ഹിൻഡ്രൻസിനെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയാറുള്ളത്. സോ മക്കളെ 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷിയേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. സാധാരണ കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് ആണ് ചോദിച്ച് കാണാറുള്ളത്. പക്ഷേ നാളത്തെ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക പ്ലാനിങ്ങും കൺട്രോളിങ് നമ്മൾ റിലേഷൻഷിപ്പ് ആണ്. ഇതൊരു പക്ഷേ ഒരു 3 to 4 മാർക്സിനായിരിക്കും ചോദിക്കുക കേട്ടോ.
3 to 4 മാർക്സിനായിരിക്കും ചോദിക്കുക. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കണം, പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എവറി ഫിനാൻസ് മാനേജർ ഹാസ് ടു ടേക്ക് 3 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് വിച്ച് ആർ ദേ എക്സ്പ്ലെയിൻ. അതായത് ഒരു ഫിനാൻസ് മാനേജറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്, ഓരോന്നിൻ്റെയും ഫാക്ടേഴ്സ് ഉണ്ട്. അതും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കാം മക്കളെ. ഇത് ചിലപ്പം എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് എസ്സേക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെന്റ്സ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സഡ് ക്യാപിറ്റലുമുണ്ട്, അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലുമുണ്ട്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്താണ്? ലോങ് ടേമിലേക്ക് ഫിക്സഡ് അസറ്റിന് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാറുള്ളത്. സോ ഫിക്സഡ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് 8 മാർക്കിന് ചോദിക്കാം. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ സെയിൽസ് പ്രൊമോഷൻ? എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 7 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കോമൺലി യൂസ്ഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ബിസിനസ് ഓർഗനൈസേഷൻസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളാണ് അല്ലെങ്കിൽ ടൂളുകളാണ്? സിമ്പിളായിട്ട് പറയാം. റിബേറ്റ്, ഡിസ്കൗണ്ട്, കോണ്ടസ്റ്റുകൾ, സിമ്പിളാണ്. ഫ്രീ സാമ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കൽ ടൂൾസ്. ഓക്കെ, സോ ഇതൊരു 7 എണ്ണം കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണം മക്കളെ. 8 മാർക്കിന്റെ എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ മക്കളെ. 8 മാർക്കിന്റെ എസ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പാക്കേജിംഗ് ഈസ് കോൾഡ് ആസ് എ സൈലന്റ് സെയിൽസ്മാൻ. പാക്കേജിങ്ങിനെ സൈലന്റ് സെയിൽസ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ എക്സ്പ്ലെയിൻ 4 ഫംഗ്ഷൻസ് ഓഫ് പാക്കേജിംഗ്. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് പാക്കേജിംഗ്, അതേപോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് പാക്കേജിംഗ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 4 റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഏതാണ്? 1986 ആണ്. വർഷം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അത് പ്രകാരം കൺസ്യൂമറിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ മക്കളെ. ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മേ ബി ഒരു 3 to 4 മാർക്സ്. ഓക്കെ, 3 to 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.